മതഗ്രന്ഥങ്ങളിൽ കവികൾ മിത്തുകളെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. സൂക്ഷ്മമായ ആത്മീയ തത്വങ്ങളെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ ഭാവനയിൽ സൃഷ്ടിക്കുന്ന കഥകളാണത്. മിത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മതത്തിലെ ആശയങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനമലയെ പൊക്കി നിർത്തിയ കഥ പ്രസിദ്ധമാണ്. ഘോരമഴയിൽ നിന്നും ഗ്രാമവാസികളെ ഭഗവാൻ സംരക്ഷിച്ചു എന്നാണ് കവിക്ക് പറയാനുള്ളത്. പക്ഷേ അതങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടില്ല. അതേസമയം കൈവിരൽ കൊണ്ട് ഭഗവാൻ ഒരു മലയെ പൊക്കി നിർത്തി ഗ്രാമവാസികളെ മഴയിൽ നിന്നും രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കഥയ്ക്ക് ഭംഗി വർദ്ധിക്കും, വിശ്വാസികൾക്ക് ഭക്തിയും കൂടും. ഇത്ര വലിയ ഒരു മലയെ വിരൽ കൊണ്ട് പൊക്കാൻ പറ്റുമോ എന്നൊന്നും വിശ്വാസികൾ ചോദിക്കില്ല. പിന്നെ യുക്തിവാദം പ്രയോഗിക്കാനുള്ള വിഷയവുമല്ല ഇതൊക്കെ. മതത്തിൽ നിന്നും മിത്തിനെ എടുത്തു മാറ്റിയാൽ ഉപ്പ് ചേർക്കാത്ത കഞ്ഞി പോലെയും മധുരം ചേർക്കാത്ത പായസം പോലെയും ഇരിക്കും. ഈ ഉപ്പും മധുരവും ചേർക്കൽ ഒരു കലയാണ്. അതെത്ര വേണം, എവിടെ വേണം, എങ്ങനെ വേണം എന്നൊക്കെ കവികൾക്കറിയാം. മിത്ത് ചേർക്കുമ്പോഴാണ് കഥകൾ ആസ്വാദ്യകരമാകുന്നത്.